Hi everyone, welcome to Angloverse. IELTS Listening നമ്മൾ ഒരു 10 പേരോട് ഏറ്റവും ടഫായിട്ടുള്ള മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 7 പേരും പറയാൻ പോകുന്നത് MCQ എന്നായിരിക്കും. MCQ തന്നെ ലാർജ് MCQ എന്നൊരു വിഭാഗത്തിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ദേഷ്യം. കാരണം നമ്മുടെ മാർക്ക് മുഴുവൻ പോകുന്ന ആ ഏരിയയിലാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ നമ്പർ 20 മുതൽ 30 ഇടയിലാണ് ഇത് കൂടുതലായിട്ട് അപ്പിയർ ചെയ്യാറുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇത്രയും വലുപ്പം ഉണ്ടാവും, ആൻസേഴ്സിന് ഒരു പക്ഷേ അത്രയും അല്ലെങ്കിൽ അതിലധികം വലുപ്പം ഉണ്ടാവും. സോ നമ്മൾ ഓഡിയോ കേൾക്കുന്നതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് അത് വായിച്ച് തീർക്കാൻ പറ്റാറില്ല, ഫ്ലോ കിട്ടാറില്ല. ഒരെണ്ണം പോകുന്നതിൻ്റെ ഒപ്പം തന്നെ 4-5 എണ്ണം ഒരുമിച്ച് തെറ്റുന്നു. അത് കാരണം തന്നെ നമ്മുടെ ഓവറോൾ ബാൻഡ് സ്കോർ ഓഫ് ദ ലിസണിങ് ബുദ്ധിമുട്ടിലാവുന്നു. സോ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ടു ബി ഹോണസ്റ്റ്, കുറച്ചൊക്കെ ലോജിക്ക് വെച്ച് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഇഷ്യൂ. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദാറ്റ്. നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ദിവസം രാവിലെ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു അപ്പൂപ്പൻ നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ഈ അപ്പൂപ്പൻ ഒരു കാര്യം നറേറ്റ് ചെയ്ത് തുടങ്ങി. പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ഇടയിൽ തലവേദന വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് ഫോൺ പിന്നെയും ബെല്ലടിക്കുന്നത് കണ്ടത്. സാധാരണ ഞാൻ ഫോൺ എടുക്കാറില്ല, പക്ഷേ ഫോൺ ഇത്തവണ എടുത്തു. നോക്കിയപ്പോൾ എൻ്റെ മോൻ്റെ മിസ് കോളായിരുന്നു. തിരിച്ചു വിളിച്ചു. അപ്പോഴാണ് പറഞ്ഞത് മോൻ സർപ്രൈസായിട്ട് എയർപോർട്ടിലേക്ക് വരാതിരിക്കുവാണ്, അപ്പോൾ ടാക്സി കിട്ടിയില്ല, അപ്പോൾ ഒന്ന് പോയി പിക്ക് ചെയ്യണം. ഞാൻ എന്നിട്ട് രാത്രി വണ്ടി എടുത്ത് പോയി പിക്ക് ചെയ്തു. മോൻ വന്നു. ടെക്നിക്കലി ഇത്രയും വലിയ കഥ പുള്ളിക്കാരൻ പറഞ്ഞെങ്കിലും മോൻ വന്നു അല്ലെങ്കിൽ എൻ്റെ മകൻ നാട്ടിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടൻറ്റ്. സെയിം തിങ് അപ്ലൈസ് ഫോർ ലാർജ് MCQ ഇൻ IELTS ലിസണിങ്. അതായത് ഇത്രയും വലിയ ചോദ്യം, അതായത് ഒരു 10-12 വേർഡ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും അതിൽ 2-3 കീവേഡ്സ് ആ മൊത്തം സെൻറ്റൻസിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ആ ഒരു അന്തസത്ത എന്നൊക്കെ മലയാളത്തിൽ പറയും, അത് ഉൾക്കൊള്ളുന്നുണ്ട്. സോ ഇതുപോലത്തെ മെയിൻ വേർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഞാൻ മറ്റൊരു എക്സാമ്പിൾ വെച്ച് അത് കുറച്ചുകൂടി പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് Alen leave England after finishing his management studies in the summer? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുവന്നായിരിക്കുക. മോസ്റ്റ് ലൈക്ലി ലിസണിങ്ങിൻ്റെ ഇടയിൽ ഇത് കാണുമ്പോൾ നമ്മൾ കുറച്ച് സ്കെയർഡ് ആവും, കാരണം ക്വസ്റ്റ്യൻ്റെ വലിപ്പം അത്രയും വലുതാണ്. പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ രണ്ടാമതൊന്നുകൂടി വായിച്ചു നോക്കുക സമാധാനമായിട്ട്. വൈ ലീവ് ഇംഗ്ലണ്ട്? ഓക്കെ, എന്തുകൊണ്ട് അലൻ ലീവ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഐഡിയ. ബാക്കിയെല്ലാം ഒരു വലിച്ചു നീട്ടിയ എക്സ്പ്ലനേഷൻ മാത്രമാണ്. സോ തിങ്ക് അബൌട്ട് ദിസ്. ക്വസ്റ്റ്യൻ എത്ര വലുതാണെങ്കിലും അതിൻ്റെ കണ്ടൻറ്റ് 2-3 വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. സോ ഈ കീവേഡ് നമുക്ക് പിക്കപ്പ് ചെയ്യാനാണ് നമുക്ക് വേണ്ടത്. ദ സെയിം തിങ് അപ്ലൈസ് ഫോർ ദ ഓപ്ഷൻസ് ആസ് വെൽ. കുറച്ച് ഓപ്ഷൻസ് പറയാം. ഈ ക്വസ്റ്റ്യന് വരാവുന്ന കുറച്ച് ഓപ്ഷൻസ് കൂടി ഞാൻ പറയാം. ഓപ്ഷൻ 1, because the weather was too cold for him as compared to the previous year. Option 2, the inconsistent weather pattern was affecting his job adversely. Option 3, the inability to meet the expenses after the new tax reforms. Take a look at the question right now. ഇത്രയും ലെങ്തി ആയിട്ട് പോലും ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് റെലവൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള കീവേഡ്സും ഈ തന്നിട്ടുള്ളതൊക്കെ തന്നെയാണ്. ത്രൂ ദിസ് മെത്തേഡ് നമ്മുടെ ലാർജ് MCQ ക്വസ്റ്റ്യനെ ഒരു സ്മോൾ MCQ ക്വസ്റ്റ്യനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇനി മുതൽ അത്രയും വലിയ ക്വസ്റ്റ്യൻ അല്ല. വൈ ലീവ് ഇംഗ്ലണ്ട്, അത്ര ഉള്ളൂ ക്വസ്റ്റ്യൻ. നമുക്കതിൽ നിന്ന് തന്നെ ഉത്തരം പിടികിട്ടും, അല്ലെങ്കിൽ അർത്ഥം പിടികിട്ടും. ഓപ്ഷൻ എ, ടു കോൾഡ്. ഓപ്ഷൻ ബി, അഫക്റ്റിംഗ് ഹിസ് ജോബ്. ഓപ്ഷൻ സി, ഇന്നബിലിറ്റി ടു മീറ്റ് എക്സ്പെൻസസ്. സോ ഈ ഒരു മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പലരും ഡൗട്ട് അടിക്കും, അതായത് ഓഡിയോ ഒരു ഒറ്റ സ്ട്രെച്ചിൽ കേൾക്കുന്ന ഓഡിയോയുടെ ഇടയിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദിസ് ഈസ് വൈ യു നീഡ് ടു പ്രാക്ടീസ്. ഈവൻ ബിഫോർ അറ്റൻഡിങ് ദ IELTS ലിസണിങ് ഓഡിയോ നമ്മൾ നോർമലായിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ തന്നെ ഇതുപോലെ നാരോ ചെയ്ത് പഠിക്കണം. ആൻഡ് ത്രൂ പ്രാക്ടീസ് മേ ബി വിത്തിൻ വീക്സ് വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദെയർ. സോ ദിസ് ഈസ് എ മെത്തേഡ് ദാറ്റ് യു ക്യാൻ യൂസ് ടു ക്രാക്ക് ദ ലാർജ് MCQ in IELTS listening. Thank you so much for listening. So see you next week.